ഹലോ ഓൾ, വെൽക്കം ടു കരിയർ റേസ് പ്ലസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സാൽമണല്ലോസിസിനെ പറ്റിയാണ് കേട്ടോ. അതായത് സാൽമണല്ലോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാൽമണല്ല സ്പീഷീസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൽ നമ്മളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഫുഡ് പോയ്സണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാൽമണല്ലോസിസ് പഠിക്കുക, അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സാൽമണല്ലോസിസ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ സാൽമണല്ലോ സ്പീഷീസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? സാൽമണല്ലോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സാൽമണല്ലോസിസിൽ എന്താണ് ആ കോസേറ്റീവ് ഓർഗാനിസം, ഏതൊക്കെയാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ സയൻസ് നോക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ സാൽമണല്ലോസിസ് കാണിക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻക്യുബേഷൻ പീരീഡ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കും ചോദിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെസ്റ്റുകൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യവും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സാൽമണല്ലോസിസ് എന്ന ടോപ്പിക്കിന് അണ്ടറിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ സാൽമണല്ലോസിസ് കോസ് ചെയ്യുന്നത് എന്താണ്? സാൽമണല്ല സ്പീഷീസ് ആണ്. സോ സാൽമണല്ലോസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് ബോൺ ഇൽനെസ് ആണ്. അതായത് ഫുഡിലൂടെ നമ്മളുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? സാൽമണല്ലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ, ഇറ്റ് ഇസ് എ ബാക്ടീരിയ ആണ്. ബാക്ടീരിയം എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് കേട്ടോ. അപ്പോൾ സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയം എന്ത് ചെയ്യും? നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അതായത് GI ട്രാക്റ്റിൽ വന്നിട്ട് അവിടെ ഇരുന്ന് അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇറ്റ് ഇസ് എ ഫുഡ് ബോൺ ഇൽനെസ്. ഫുഡിൽ നിന്ന് നമ്മളുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു ഇൽനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആണ് എന്ത്? സാൽമണല്ലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്? സാൽമണല്ലയാണ്. സാൽമണല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, സോ സാൽമണല്ലോസിസ് ഇസ് എ ഫുഡ് ബോൺ ഇൽനെസ് ഓഫ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് കോസ്ഡ് ബൈ ദ ബാക്ടീരിയം കോൾഡ് സാൽമണല്ല. സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് എന്ത്? ഈ സാൽമണല്ലോസിസ് എന്ന് പറയാം. അപ്പോൾ ഈ സാൽമണല്ല എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ കാണുന്നതാണ്. ഹ്യൂമൻസിൻ്റെയും അതേപോലെ അതർ ആനിമൽസ് ലൈക്ക് ബേർഡ്സിൻ്റെയൊക്കെ യൂഷ്വലി അതെന്താണ് കാണാറുണ്ട്. അതായത് നമ്മളുടെ ഒരു നാച്ചുറൽ ഫ്ലോറയാണ്. അതായത് നമ്മളുടെ ബോഡിയിൽ പലയിടത്തും പല മൈക്രോ ഓർഗാനിസംസ് വരുന്നുണ്ട്. അത് നാച്ചുറലി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. പക്ഷെ അത് എപ്പോഴും നമുക്ക് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാറില്ല. ചില പർട്ടിക്കുലർ കണ്ടീഷൻസിലായിരിക്കും അതെന്താവുക? ഇൻഫെക്റ്റീവായിട്ട് മാറുന്നത്. സോ യൂഷ്വലി അല്ലെങ്കിൽ നാച്ചുറലി ഈ സാൽമണല്ല നമ്മളുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉള്ളതാണ്. ഹ്യൂമൻസിൻ്റെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉള്ളതാണ്. അതേപോലെ അതർ ആനിമൽസിൻ്റെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലായിട്ട് വരുന്നതാണ് ഈ സാൽമണല്ല എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇത് ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ ഈ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആൾക്കാരുടെ ഫീക്കസിൽ, അതായത് അവരുടെ സ്റ്റൂൾ, അതുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വരുന്ന സമയത്തൊക്കെയാണ് കൂടുതലും എന്ത് പറ്റുക? ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുക. അപ്പം ഇത് യൂഷ്വലി എന്ത് പറ്റും? നമ്മളുടെ ഫീക്കസിലൂടെ പുറത്തേക്ക്, നമ്മളുടെയും അനിമൽസിൻ്റെയൊക്കെ ഫീക്കസിലൂടെ പുറത്തേക്ക് പോവുകയും അതുവഴി അടുത്ത ഓർഗാനിസ് അല്ലെങ്കിൽ അടുത്ത പീപ്പിളിൽ അല്ലെങ്കിൽ ഹ്യൂമനിലേക്ക് കോണ്ടാക്റ്റ് വരികയും ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് അവിടുത്തെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതായത് അത് എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷനാണ് അവിടെ നടക്കുക. അപ്പോൾ ഇനി നമുക്ക് സാൽമണല്ലയെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് സാൽമണല്ലയുടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സാൽമണല്ല എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അതായത് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് അത് ഏത് കളറിലായിരിക്കും? പിങ്ക് കളറിലായിരിക്കും കാണിക്കുക. കണ്ടോ, പിങ്ക് കളറിലായിരിക്കും അത് കാണുക. സോ ഇറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പോൾ സാൽമണല്ല എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫാക്കൾട്ടേറ്റീവ് അനേറോബോ ആണ്. എന്താണ്? ഫാക്കൾട്ടേറ്റീവ് അനേറോബോ ആണ് എന്ത്? ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആയിട്ടുള്ള സാൽമണല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് സാൽമണല്ല എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫാക്കൾട്ടേറ്റീവ് അനേറോബ് ആണ്. അനേറോബ് എന്ന് പറയുമ്പോൾ എന്താണ്?
അവർക്ക് ഓക്സിജൻ്റെ ആബ്സെൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫാക്കൽറ്റേറ്റീവ് അനോറോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ പ്രസൻ്റ് ആണെങ്കിലും ആബ്സെൻ്റ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെയാണ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്ന് വിളിക്കുക. ഇനി അവരുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അവർ റോഡ് ഷേപ്ഡ് ആണ്. കണ്ടോ, ഇമേജിൽ കാണുന്ന പോലെ അവർ റോഡ് ഷേപ്ഡ് ആണ്. ആൻഡ് അവർക്ക് എന്തുണ്ട്, ഫ്ലജല്ല കാണുന്നത് കണ്ടോ, ഈ കാണുന്നതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. സോ അവരെന്തായിരിക്കും, മോട്ടൈലായിരിക്കും, മൂവ് ചെയ്യാൻ പറ്റുന്നവരാണ്. സോ അടുത്തൊരു ഫീച്ചർ എന്താണ്, ദേ ആർ മോട്ടൈൽ ആൻഡ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് അവർ സ്പോറ് ഫോം ചെയ്യാറില്ല. അതായത് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തില്ല, ബാക്ടീരിയൽ സ്പോറുകൾ ഉണ്ടാക്കാറില്ല. സോ ദേ ആർ നോൺ സ്പോർ ഫോമേഴ്സ് ആണ്. നോൺ സ്പോർ ഫോമേഴ്സ് ആണ് എന്ത്, സാൽമണല്ല എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി ഈ സാൽമണല്ല എന്ന് പറയുന്നത് നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. അതായത് ഇവരുടെ സറൗണ്ടിങ്ങിലായിട്ട് ഒരു ക്യാപ്സ്യൂള് കാണില്ല. ഓക്കെ, ക്യാപ്സ്യൂൾ വെച്ചിട്ടൊരു കവറിങ് ഇവർക്ക് ഉണ്ടാവില്ല. പക്ഷേ സാൽമണല്ല ടൈഫൈക്കും അതേപോലെ സാൽമണല്ല പാരാടൈഫൈക്കും ഒക്കെ എന്തുണ്ട്, ഈ ക്യാപ്സ്യൂള് കാണാറുണ്ട്. ഓക്കെ, അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ നോൺ ക്യാപ്സുലേറ്റഡ് ആണ് യൂഷ്വലി മിക്ക സാൽമണല്ലയും, എക്സെപ്റ്റ് സാൽമണല്ല ടൈഫൈ ആൻഡ് സാൽമണല്ല പാരാടൈഫൈ. അപ്പോൾ നോൺ ക്യാപ്സുലേറ്റഡ് ആണ് സാൽമണല്ല എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഗ്രോത്ത് ടെമ്പറേച്ചർ ആണ്. ഗ്രോത്ത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 5 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 5 എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയി കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് സ്ലോ ചെയ്യാറുണ്ട്. ഭയങ്കര ഗ്രോത്ത് കാണിക്കില്ല, ഗ്രോത്ത് സ്ലോ ചെയ്യാറുണ്ട് ബിലോ 15 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ ബിലോ 7 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടെ നന്നായിട്ട് ഗ്രോത്ത് അവർക്ക് കുറയാറുണ്ട്, സ്ലോ ഡൗൺ ചെയ്യാറുണ്ട്. അപ്പോൾ യൂഷ്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ഗ്രോത്ത് അല്ലെങ്കിൽ അത് സർവൈവൽ ചെയ്യാൻ പറ്റുന്നത് ഒരു 5 to 45 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ അവർക്ക് ഗ്രോ ചെയ്യാനും സർവൈവ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ 15 ഡിഗ്രി സെൽഷ്യസിൽ ബിലോ വന്നു കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യും, ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും. ബട്ട് അവരുടെ ഏറ്റവും മാക്സിമം ഗ്രോത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നത് അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ്. അതെന്ന് പറയുന്നത് എത്രയാണ്, 35 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറില്ലേ 37 ഡിഗ്രി സെൽഷ്യസ്, ആ ബോഡി ടെമ്പറേച്ചറിലാണ് അവരെന്ത് കാണിക്കുക, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുക. അങ്ങനെ വരുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിനെയാണ് ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അത് എത്രയാണ്, 35 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂഷ്വലി. അപ്പം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ. ക്ലിയർ? ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ pH ആണ്. pH എന്ന് പറയുന്നത് 3.8 to 9.5 ആണ്. അതായത് അത്രയും റേഞ്ചുകളിൽ അവർക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് 3.8 എന്ന് പറയുമ്പോൾ അതൊരു അസിഡിക് pH ആണ്. അതുപോലെ 9.5 എന്ന് പറയുന്നത് അതൊരു ബേസിക് pH ആണ്. ഓക്കെ, സോ ഈ റേഞ്ചസിൽ അവർക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുണ്ട് നമുക്ക് ഫീച്ചേഴ്സ്. ഇത്രയും ഒന്ന് നോക്കിക്കോളൂ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സാൽമണല്ല. ഫാക്കൽറ്റേറ്റീവ് അനേറോബ് ആണ്. ദാറ്റ് മീൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും സർവൈവ് ചെയ്യാൻ പറ്റും. മോട്ടൈലാണ്, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഷേപ്പ് റോഡാണ്. അതേപോലെ അവരെന്താണ്, മോട്ടൈലാണ്. അതായത് അവർക്ക് ഫ്ലജല്ല ഉള്ളതുകൊണ്ട് തന്നെ അവർ മോട്ടൈലാണ്. ഇനി ഈ റോഡ് ഷേപ്ഡിനെ നമ്മൾ ബാസിലായി എന്ന് വിളിക്കും കേട്ടോ, ബാസിലസ് എന്ന് വിളിക്കും ആ ഷേപ്പിനെ. ഓക്കെ, അപ്പം ബാസിലൈനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സാൽമണല്ല. ഇനി നോൺ സ്പോർ ഫോമേഴ്സ് ആണ്. അവർ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. പിന്നെ നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. അതായത് അവരുടെ ചുറ്റിനുമായിട്ട് ക്യാപ്സ്യൂള് കാണാറില്ല, എക്സെപ്റ്റ് സാൽമണല്ല ടൈഫൈ ആൻഡ് സാൽമണല്ല പാരാടൈഫൈ. ഇനി ഗ്രോത്ത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 5 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് 35 to 37 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് pH റേഞ്ച് എന്ന് പറയുന്നത് 3.8 to 9.5 ആണ് വരിക. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് അവർ ബൈൽ സോൾട്ടിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ബൈൽ സോൾട്ടിൻ്റെ പ്രസൻസിലും അവർക്ക് സർവൈവ് ചെയ്യാം. അതായത് അത് അതിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ അവർക്ക് ഹൈഡ്രോജൻ സൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഹൈഡ്രോജൻ സൾഫൈഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് അടുത്തൊരു ഫീച്ചർ. സോ ദ റെസിസ്റ്റ് ബൈൽ സോൾട്ട് ആൻഡ് ദ പ്രൊഡ്യൂസ് ഹൈഡ്രോജൻ സൾഫൈഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ വരുന്നത്.
ഇപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് ആണ്, മോട്ടൈൽ ആണ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്, നോൺ സ്പോർ ഫോമേഴ്സ് ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ് എക്സെപ്റ്റ് സാൽമണല്ല ടൈഫൈ ആൻഡ് സാൽമണല്ല പാരാടൈഫൈ. ഗ്രോത്ത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 5 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. pH റേഞ്ച് എന്ന് പറയുന്നത് 3.8 to 9.5 ആണ്. അവർ ബൈൽ സോൾട്ടിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്, ഹൈഡ്രജൻ സൾഫൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചോളൂ. ഇനി സാൽമണലോസിസ് എന്ന് പറയുന്ന ഈ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൽനസ് കോസ് ചെയ്യുന്നത് നോൺ ടൈഫോയിഡ് ആയിട്ടുള്ള സിറോടൈപ്സ് ആണ്. അതായത് നമ്മളെ ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ എൻട്രിക് ഫീവർ കോസ് ചെയ്യുന്നതും ആരാണ്? ഈ സാൽമണല്ല സ്പീഷീസ് ആണ് കേട്ടോ. അതിൽ സാൽമണല്ല ടൈഫായും അതേപോലെ സാൽമണല്ല പാരാടൈഫൈ റേഞ്ച് സിറോടൈപ്പ് A, B, C ഒക്കെയാണ് ഈ ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊഴിച്ചിട്ടുള്ള ബാക്കി വരുന്ന സാൽമണല്ല സ്പീഷീസ് ആണ് ഈ ഫുഡ് ബോൺ ഇൽനസ് കോസ് ചെയ്യുന്നത്, അതായത് സാൽമണലോസിസ് കോസ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ. സാൽമണലോസിസ് കോസ് ചെയ്യുന്നത് നോൺ ടൈഫോയിഡ് സിറോടൈപ്സ് ആണ്. അതായത് സാൽമണല്ല ടൈഫയും സാൽമണല്ല പാരാടൈഫൈ ഒഴിച്ച് ബാക്കി വരുന്ന സാൽമണല്ല സ്പീഷീസ് ആണ് എന്ത് കോസ് ചെയ്യുക? സാൽമണലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കോസ് ചെയ്യുന്നത്. സോ സാൽമണലോസിസ് ഇസ് കോസ്ഡ് ബൈ നോൺ ടൈഫോയിഡ് സിറോടൈപ്പ്. ഓക്കെ. ഇനി ഈ സിറോടൈപ്പ് നാച്ചുറലി എവിടെയാണ് കാണുക? ഹ്യൂമൻസിലും അതുപോലെ അനിമൽസിലും ഇൻക്ലൂഡിങ് ലൈഫ് സ്റ്റോക്കിലും ഒക്കെ എന്ത് കാണാറുണ്ട്? ഈ സാൽമണലോസിസ് കോസ് ചെയ്യുന്ന നോൺ ടൈഫോയിഡ് ആയിട്ടുള്ള സിറോടൈപ്സ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാൽമണലോസിസ് കോസ് ചെയ്യുന്നത്, അതായത് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൽനസ് കോസ് ചെയ്യുന്നത് നോൺ ടൈഫോയിഡ് സിറോടൈപ്സ് ആണ്. അതായത് സാൽമണല്ല ടൈഫയും സാൽമണല്ല പാരാടൈഫൈ ഒഴിച്ച് ബാക്കി വരുന്ന സിറോടൈപ്സ് ആണ് എന്ത് ചെയ്യുക? ഈ സാൽമണലോസിസ് കോസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഏതൊക്കെയാണ് ആ സിറോടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമണല്ല ടൈഫിമ്യൂറിയം. ഇതിൽ കുറച്ച് പഠിച്ചു വെച്ചോളൂ കേട്ടോ. മിക്കതും ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെ കുറേ സാൽമണല്ല സ്പീഷീസ് വന്നിട്ട് ഇതിലേതാണ് സാൽമണലോസ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലേതാണ് സാൽമണലോസിസ് കോസ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസും വരാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. സോ സാൽമണല്ല ടൈഫിമ്യൂറിയം, സാൽമണല്ല എൻറ്ററിഡിറ്റിസ്, സാൽമണല്ല ന്യൂപോർട്ട്, അതേപോലെ സാൽമണല്ല ഹെഡൽബർഗ്. ഇത് ഇത്രയാണ് മോസ്റ്റ് കൂടുതലായിട്ടും ഈ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാൽമണലോസിസ് കോസ് ചെയ്യുന്നത് ഈ 4 സ്പീഷീസാണ്. പിന്നെയും ഉണ്ട്, അതായത് ഡയറിക് ആയിട്ടുള്ള ഡിസീസസ് കോസ് ചെയ്യുന്ന 2 സ്ട്രെയിൻസും കൂടെ വരുന്നുണ്ട്. സാൽമണല്ല ക്ലോറേഷ്യസും അതേപോലെ സാൽമണല്ല ഡബ്ലിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറിക് ആയിട്ടുള്ള ഡയറിയ കോസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ സിറോടൈപ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് സാൽമണലോസിസ് അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നത് ഈ 4 എണ്ണമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് സാൽമണല്ല ടൈഫിമ്യൂറിയം അതേപോലെ സാൽമണല്ല എൻറ്ററിഡിറ്റിസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ 4 പേരും നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതും കൂടെ നോക്കിക്കോളൂ, കാരണം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം. അതായത് ഇതിലേതാണ് സാൽമണലോസിസ് കോസ് ചെയ്യാത്ത സിറോടൈപ്പ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതൊരു നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ റിസർവോയർ, അതായത് എവിടെയാണ് ഈ സ്പീഷീസ് കൂടുതലായിട്ട് കാണുക? എവിടെയാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞാണ്. എവിടെയാണ് അത് കാണുക? നാച്ചുറലി കാണുന്ന എവിടെയാണ്? ആനിമൽസിലും അതേപോലെ ഹ്യൂമൻസിലും. ആനിമൽസിൽ ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡിലും എന്ത് കാണാറുണ്ട്? ഈ ഒരു ബാക്ടീരിയ കാണാറുണ്ട്. ഇനി ഇതിൻ്റെ സോഴ്സസ്, എന്തിലൂടെയൊക്കെ നമുക്ക് സാൽമണലോസിസ് കോസ് ചെയ്യാം? അതായത് എന്തിലൂടെയൊക്കെ നമുക്ക് സാൽമണലോസിസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യാം? ഒന്ന്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഫീക്കസ് വഴി അതുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാം? ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാം. അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ളതോ റോ ആയിട്ടുള്ള എഗ്സോ അല്ലെങ്കിൽ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ് പ്രോഡക്ട്സോ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കോസ് ചെയ്യാം? ഈ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യാം. ഇനി അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ആൻഡ് പൗൾട്രി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആ മീറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിലോ നമുക്ക് എന്തുകൊണ്ടാവും? സാൽമണലോസിസ് ഉണ്ടാവും. അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴിയും സാൽമണലോസിസ് ഉണ്ടാവും. പിന്നെ പെറ്റ് റെപ്റ്റൈൽസ്, അങ്ങനെ ചിക്കൻ, അതായത് നമ്മൾ പറഞ്ഞു വൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് അനിമൽസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫീക്കസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫീക്കൽ മാറ്ററുമായിട്ട്
കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവും. സോ ഇതാണ് സോഴ്സസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഡിസീസ് ഇതിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാവാം. ഇതിലൂടെയൊക്കെയാണ് ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് ആനിമൽ ഓർ ഇൻഫെക്റ്റഡ് പേഴ്സൺ, റോ ഓർ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ് ആൻഡ് അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ് പ്രോഡക്ട്സ്, അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ആൻഡ് പൗൾട്രി, അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്, പെറ്റ് റെപ്റ്റൈൽസ് ആൻഡ് ചിക്കൻ, വാട്ടർ ഓഫ് ഫുഡ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫീക്കൽ മാറ്റർ. ഈവൻ അത് ഫ്രഷ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ഫീക്കൽ മാറ്ററുമായിട്ട് കോണ്ടാക്ട് വരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് സാൽമണലോസിസ്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കാം. ഇനി ഇതിൻ്റെ ഇൻഫെക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവുന്നത്, മൈക്രോബ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാൽമണല്ല എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയോ അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വഴിയോ നമ്മളുടെ ബോഡിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് നമ്മളെ വായിലൂടെയാണ് എന്ത് ചെയ്യുക, നേരെ പോവുക. അപ്പോൾ ഓറൽ റൂട്ടാണ് എത്തുന്നത്. അപ്പം അതേപോലെ ഫീക്കൽ മാറ്റർ വഴി നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഫീക്കോ അല്ലെങ്കിൽ ഓറൽ ഫീക്കൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഫീക്കസിൽ നിന്ന് നമ്മൾ കോണ്ടാക്ട് വരുന്നു അല്ലെങ്കിൽ അതുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയും നമ്മുടെ ബോഡിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ ഫുഡിലൂടെ വരുന്നത് നേരെ എങ്ങോട്ടാണ് പോവുക, നമ്മളെ സ്റ്റമക്കിലേക്കാണ് പോവുക അല്ലെങ്കിൽ നമ്മളെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ട് അതിൻ്റെ മ്യൂക്കോസൽ മെംബ്രെയിനിൽ അത് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഈ മ്യൂക്കോസൽ മെംബ്രെയിനിലെ ലെയേഴ്സ് ഉണ്ട്, അതായത് മൈക്രോഫോൾഡ് സെൽസ് ഉണ്ട്. ആ മൈക്രോഫോൾഡ് സെൽസിനുള്ളിലായിരിക്കും അതെന്ത് ചെയ്യുക ചെല്ലുന്നത്. അതായത് പെയേഴ്സ് പാച്ചസിലോ അല്ലെങ്കിൽ നമ്മുടെ എൻഡ്രോസൈറ്റ്സിലോ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള എൻഡ്രോസൈറ്റ്സിലോ ഒക്കെ ഇതെന്ത് ചെയ്യും, അവിടെ ഇൻവേഡ് ചെയ്യും, ഉള്ളിലേക്ക് കയറും. അപ്പം സാൽമണല്ല ഫുഡിലൂടെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് അത് നേരെ സ്റ്റൊമക്ക് വഴി നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെല്ലുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മ്യൂക്കോസൽ മെംബ്രെയിനിൽ അത് അറ്റാച്ച് ചെയ്തിട്ട് അത് നേരെ എങ്ങോട്ടാണ് കയറുക, മൈക്രോഫോൾഡ് സെൽ അതായത് എം സെൽ, പെയേഴ്സ് പാച്ചസിലെ എം സെൽ അല്ലെങ്കിൽ എൻഡ്രോസൈറ്റ്സിലൊക്കെ എൻറ്റർ ചെയ്യും. എന്നിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് എൻഡോസൈറ്റ് വാക്യൂൾസിനകത്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എൻഡോസൈറ്റിക് വാക്യൂളിനുള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതെന്താണ്, ചില സമയത്ത് അതായത് ഇൻഫെക്ഷൻ കൂടുതലാവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ സൈറ്റോപ്ലാസത്തിൽ ക്രോസ് ചെയ്തിട്ട് അത് നേരെ എങ്ങോട്ട് പോകാറുണ്ട്, ബ്ലഡിലേക്ക് റിലീസ്ഡ് ആവാറുണ്ട്. സോ ബാക്ടീരിയ ക്യാൻ ഓൾസോ ട്രാൻസ്പോർട്ട് അക്രോസ് ദ സൈറ്റോപ്ലാസം ആൻഡ് ഗെറ്റ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അത് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ഇങ്ങനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക. അല്ലാതെ യൂഷ്വലി നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇൻവേഡ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുക, അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അത് നമ്മൾ ഫീക്കസിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇൻഫെക്ഷൻ സൈക്കിളിൽ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാ സാൽമണല്ലയും ഇങ്ങനെയാണ് വരിക. സാൽമണലോസിസിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സാൽമണല്ല എന്ത് ചെയ്യും, എപ്പിത്തീലിയൽ സെൽസിൽ അറ്റാച്ച് ചെയ്യും. സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള എപ്പിത്തീലിയൽ സെൽ ലൈനിങ്ങിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതെന്താണ്, എൻഡോസൈറ്റോസിസ് പ്രോസസ്സിനെ ട്രിഗർ ചെയ്യും. ഈ എൻഡോസൈറ്റിക് വാക്യൂളിനുള്ളിൽ അതെന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് അതായത് ആ വെസിക്കിൾ അല്ലെങ്കിൽ വാക്യൂളിനുള്ളിലിരുന്നിട്ട് അവരെന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവർ സിവിയർ ആവുന്ന സമയത്ത് എന്ത് പറ്റും, അതായത് ആ സെല്ലിനെ എന്ത് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും അല്ലെങ്കിൽ സെല്ലിനെ കില്ല് ചെയ്യും. ഓക്കെ, കില്ല് ചെയ്തിട്ട് അവർ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അതായത് ഫീവറോ ക്രാംസോ അല്ലെങ്കിൽ ഡയറിയ പോലത്തെ സിംറ്റംസ് കാണിക്കും. ആൻഡ് സംടൈംസ് ഈ സിവിയറിറ്റി കൂടുന്ന സമയത്ത് എന്ത് പറ്റും, ഈ സാൽമണല്ല എന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻറ്റർ ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് ബാക്ടീരിയമിയ എന്ന് പറയുന്നത്. എന്താണ് ബാക്ടീരിയമിയ? ക്ലിയർ അല്ലേ? സോ ഇതാണ് അവിടുത്തെ ഇൻഫെക്ഷൻ സൈക്കിളിൽ വരുന്നത്. അപ്പോൾ സാൽമണല്ല നമ്മൾ ഫുഡിലൂടെ എൻ്റർ ചെയ്യുന്നത് നേരെ സ്റ്റൊമക്ക് വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെല്ലാണ്. അവിടെ ചെന്നിട്ട് അത് എപ്പിത്തീലിയൽ സെല്ലിനുള്ളിലായിട്ട് എൻറ്റർ ചെയ്യും. അവിടെ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഹോസ്റ്റ് സെല്ലിനെ കില്ല് ചെയ്യും. ആൻഡ് ഇറ്റ് കോസ് ഫീവർ, ക്രംസ് ആൻഡ് ഡയറിയ. ഇനി സംടൈംസ് ഈ ഇൻഫെക്ഷൻ സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റും, ബാക്ടീരിയമിയ പോലത്തെ കണ്ടീഷൻ ഉണ്ടാവും. അതായത് ബാക്ടീരിയ എന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻറ്റർ ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് ബാക്ടീരിയമിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.